വട്ടംകുളത്തെ രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് ഗ്രാമീണ വായനശാലയും അമ്പിളി കലാസമിതിയും. ആദ്യം രൂപീകരിച്ചത് ഗ്രാമീണ വായനശാലയാണ്. ഞങ്ങൾ കേട്ടറിഞ്ഞിരിക്കുന്നത് 1947 ആഗസ്റ്റ് 15 ഈ വായനശാലയിൽ കൊടി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഈ വായനശാല ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ മുൻകാല പ്രവർത്തകർ പറഞ്ഞത്, പൊന്നാനിയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ ജി ശങ്കരക്കുറുപ്പ് അവിടെ ഒരു പ്രസംഗിച്ചു, നമ്മുടെ നാട്ടിൽ ദേവാലയങ്ങളെക്കാളും കൂടുതൽ വേണ്ടത് ഗ്രന്ഥാലയങ്ങളാണ്. അത് പ്രചോദനമായിക്കൊണ്ട് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ തുടങ്ങി വെച്ചതാണ് ഈ വായനശാല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമ്പീശൻ മാഷ് വട്ടംകുളം ഗ്രാമീണ വായനശാലയുടെ എന്താ പറയുക, ഒരുപാട് കാലം ഇതിൻ്റെ സാരഥ്യം വഹിച്ച നമ്പീശൻ മാഷാണ്. ഇത് 47 തുടങ്ങി പറഞ്ഞല്ലോ. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതിനൊരു പിന്നാക്കം പോക്കുണ്ടായി. കുറച്ചു കാലം വായനശാല കുറച്ച് നിർജ്ജീവമായി. അപ്പോൾ അതിനുശേഷം ഈ നമ്പീശൻ മാഷ് നാട്ടിലെത്തി. അദ്ദേഹം ബോംബെയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. നാട്ടിലെത്തി അദ്ദേഹം നടത്തിയിരുന്ന ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഈ വായനശാല വീണ്ടും ആരംഭിക്കുകയും ഒരുപാട് കാലം അതിൻ്റെ പ്രസിഡൻ്റായി ഈ വായനശാലയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് നമ്പീശൻ മാഷാണ്. നമ്പീശൻ മാഷാണ് ഈ വായനശാലയ്ക്കും കലാസമിതിക്കും നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലം സംഭാവന നൽകിയത്. അദ്ദേഹം നൽകിയ സ്ഥലത്താണ് ഈ കെട്ടിടം കെട്ടിപ്പൊക്കി ഞങ്ങൾ ഇന്ന് ഈ വായനശാലയും കലാസമിതിയും കൊണ്ടു നടക്കുന്നത്. സ്ഥിരം വരൂലേ? എത്ര വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. അപ്പൊ ഈ വായനശാലയ്ക്ക് അതിലേറെ പഴക്കമുണ്ട്. ഏകദേശം 7 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള വായനശാലയിൽ 5 പതിറ്റാണ്ടിലേറെ ആയിട്ട് സ്ഥിരമായി വായിക്കാൻ വരുന്ന കൃഷ്ണേട്ടൻ അല്ലേ? എവിടെയാ വീട്? കൗപ്ര. എന്താ പേര്? നീലകണ്ഠൻ. സ്ഥിരം വരുമോ? 5 കൊല്ലമായിട്ട് 5 കൊല്ലമായിട്ട് വരാം. നാട്ടിലുണ്ടായിരുന്നില്ല, ഇപ്പൊ സ്ഥിരാണ് അല്ലേ? എല്ലാം ഉണ്ട് അല്ലേ? പത്രം, ആനുകാലികങ്ങള്, ഇംഗ്ലീഷ് പത്രം ഉണ്ട്. അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എന്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. നിറയെ പുസ്തകങ്ങളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് വട്ടംകുളത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള, ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന, ഒരുപാട് പാരമ്പര്യമുള്ള, കലാപാരമ്പര്യമുള്ള വട്ടംകുളത്തിന്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വട്ടംകുളത്ത് അമ്പിളി കലാസമിതിയിലാണ്. അതിനോടനുബന്ധിച്ച് അമ്പിളി കലാസമിതി തൊട്ടടുത്ത് തന്നെ അതിന്റെ വായനശാലയുമുണ്ട്. ദീർഘകാലമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ രജിസ്ട്രേഷനുള്ള ഒരു വായനശാലയാണ് അമ്പിളി കലാസമിതിയോടൊപ്പമുള്ള വായനശാല. അതുപോലെ തന്നെ അമ്പിളി കലാസമിതിക്ക് 50 വയസ്സാണ്, അമ്പിളിക്ക് 50 വയസ്സാണ്. ഇതിൽ 1950 മുതൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ രജിസ്ട്രേഷനും തുടർന്ന് ലൈബ്രറി കൗൺസിലായപ്പോൾ ആ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗത്വം എടുത്തുകൊണ്ട് ഈ വായനശാല ഏതാണ്ട് 70-ലധികം വർഷമായിട്ട് ഇവിടെ തുടക്കം. ഈ വായനശാലയുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് അമ്പിളി കലാസമിതി. ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ പ്രവർത്തകരും ഒന്ന് തന്നെയാണ്. അമ്പിളി കലാസമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് നാടക പ്രവർത്തകരുടെ നാടാണ് നമ്മളത്.
അപ്പോൾ 1975 ആദ്യ കാലഘട്ടത്തിൽ അഗ്നിവലയം എന്ന് പറയുന്ന ഒരു നാടകം അവിടെ കളിച്ചു. അവർക്ക് മദ്രാസിലൊരു വേദി കിട്ടി. അങ്ങനെ മദ്രാസിൽ ആ നാടകം കളിച്ച് തിരിച്ചു വരുന്ന ആളുകളെ അനുമോദിക്കാൻ വേണ്ടി ഒരു യോഗം സംഘടിപ്പിച്ചു. ആ യോഗത്തിൽ വെച്ചാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാടകം കളിക്കുന്ന ഒരു സംഘം പോരാ, സ്ഥിരമായ ഒരു കലാസമിതി വേണമെന്ന ആശയം ഉണ്ടാവുകയും അങ്ങനെ 1975 മെയ് മാസത്തിൽ അമ്പിളി കലാസമിതി എന്ന പേരിൽ വട്ടംകുളത്ത് ഈ കലാസമിതി തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ കലാസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഒന്ന് നാടകമാണ്. ഈ രൂപീകരണത്തിന് ശേഷം എല്ലാ വർഷവും വാർഷികം കളിക്കുകയും എല്ലാ വാർഷികത്തിലും അക്കാലത്തെ ഏറ്റവും നല്ല ഒരു നാടകം സെലക്ട് ചെയ്ത് അത് നമ്മുടെ നാട്ടുകാർ അമ്പിളി കലാസമിതിയുടെ പ്രവർത്തകർ തന്നെ ഭൂരിഭാഗം പങ്കെടുത്തുകൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ നമ്മളെപ്പോഴും സഹകരിക്കുന്ന ഒരു സ്ഥാപനമാണ് വട്ടംകുളം CPN UP സ്കൂൾ. ഈ CPN UP സ്കൂളിൻ്റെ റിട്ടയർമെൻറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അമ്പിളി കലാസമിതിയുടെ കൂടി സഹകരണത്തോടു കൂടി അവിടെ നാടകങ്ങൾ അവതരിപ്പിക്കും. മറ്റൊന്ന് ഞങ്ങളുടെ പ്രധാന പ്രവർത്തന മേഖല മ്യൂസിക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് കർണാട്ടിക്കിനേക്കാൾ കൂടുതൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് ഇത്. ഈ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട്ടെയൊക്കെ പ്രശസ്തരായ ഒരുപാട് ഉസ്താദുകൾ ഇവിടെ വരികയും നമ്മുടെ പ്രവർത്തകർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രസിദ്ധരായ ഒരുപാട് കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കലാസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പേര് ഞാൻ പരാമർശിക്കുന്നത് ഈ മുരളി മേനോൻ എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യയിൽ തന്നെ സിത്താർ വാദനത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരാളുണ്ട്. അദ്ദേഹം അമ്പിളിയിൽ നിന്നാണ് വന്നത്. അക്കാലത്ത് ആലങ്കോട് ലീലാഷിന്റെ കഥാപ്രസംഗത്തിന് അക്കമ്പനി ചെയ്തിരുന്നത് അമ്പിളിയുടെ കലാകാരന്മാരാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു സമിതിയാണ് അമ്പിളി കലാസമിതി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, ഈ 2 തവണ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ സംഘാടകരായിരുന്നു ഞങ്ങൾ. ആദ്യം 1982 മലയാള നാടകവേദിയുടെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം കളിക്കണം തീരുമാനിക്കുകയും അതിന്റെ സംഘാടന ചുമതല അന്ന് ഞങ്ങളുടെ പ്രവർത്തകരായിരുന്ന TP ശങ്കരന് അക്കാദമി മെമ്പറാണ്, സംഗീത അക്കാദമി മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം അത് വട്ടംകുളത്ത് വെച്ച് റിഹേഴ്സൽ നടത്താനാണ് തീരുമാനിച്ചത്. അന്ന് ആ നാടകം ഡയറക്റ്റ് ചെയ്യുന്നത് പ്രേംജിയാണ്. അതിൽ അഭിനയിച്ചിരുന്നത് പ്രേംജിയുടെ മുല്ലനേഴി, മാടമ്പ് കുഞ്ഞുകുട്ടൻ തുടങ്ങിയിട്ടുള്ള അതിപ്രശസ്തരായ മലയാളത്തിലെ സാഹിത്യകാരന്മാരും ഒക്കെയാണ് അതിൽ അഭിനയിച്ചത്. 82 അത് അഭിനയിച്ചതിന് ശേഷം അടുത്ത കാലത്ത് ഈ ലൈബ്രറി കൗൺസിൽ വീണ്ടും പ്രശസ്തമായ നാടകങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിലൊന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കായി. അതിൻ്റെ അവതരണ ചുമതല അന്ന് നൽകിയത് അമ്പിളി കലാസമിതിക്കും ഗ്രാമീണ വായനശാലയ്ക്കുമാണ്. ഈ ആറങ്ങോട്ടുകരയിൽ പ്രവർത്തിക്കുന്ന നാടക പാഠശാല എന്ന് പറയുന്ന, നമുക്കറിയാമായിരിക്കും, ശ്രീജയുടെയും നാരായണൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആ നാടക പാഠശാലയുടെ സഹകരണത്തോടു കൂടി വീണ്ടും ഒരു പുതിയ രീതിയിൽ, അന്നത്തെ കൺവെൻഷണൽ രീതി വിട്ടുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഈ നാടകം വീണ്ടും അവതരിപ്പിച്ച് ബോംബെ ഉൾപ്പെടെ 12 സ്റ്റേജുകളിൽ ഞങ്ങൾ ആ നാടകം അവതരിപ്പിച്ചു. ഇപ്പോഴും അതിൻ്റെ ഒരു അല മാറിയിട്ടില്ല. ഇപ്പോൾ ഇതാ 2 നാടകങ്ങൾ അതിന് ശേഷം അമ്പിളി കലാസമിതി തയ്യാറാക്കി PV നാരായണൻ രചിച്ച ഒരു നാടകം വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനാർഹമായിട്ടുണ്ട്. ഇപ്പോൾ ഈ 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി, ഈ 5-ാം തീയതി ആരംഭിക്കുന്ന 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി വീണ്ടും തേന്മാവ് എന്ന പേരിൽ ഒരു നാടകം തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെ നാടകത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വലിയൊരു പാരമ്പര്യം കയറിക്കൊണ്ട് അമ്പിളി കലാസമിതി ഇന്നും വളരെ ഊർജ്ജസ്വലമായി നിലനിൽക്കുകയാണ്. ഈ വാർഷികാഘോഷ ചടങ്ങ് 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഓരോ മാസവും ഓരോ മേഖലയ്ക്ക് അതിൽ ജണ്ടയുണ്ട്, ചിത്രകലയുണ്ട്, ഡാൻസ് ഉണ്ട്, നാടൻ പാട്ടുകളുണ്ട്. ഇങ്ങനെ ഓരോ മാസം ഓരോ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ജൂബിലി ആഘോഷത്തിലേക്ക് അമ്പിളി കലാസമിതി എത്തി നിൽക്കുകയാണ്. ഇതുവരെ നൽകിയ സഹകരണത്തിന് നന്ദി പറയുകയും തുടർന്നുള്ള അമ്പിളിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും. കഥകളും കവിതകളും യാത്രാവിവരണങ്ങളും ജീവചരിത്രങ്ങളും ആത്മകഥകളും നിറഞ്ഞിരിക്കുന്ന ഈ ഒരു മുറിയെ ഇത്ര ഭംഗിയായി ചിട്ടയോടെ കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ സംഘാടകർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഒരല്പം വൈകിയാണെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവുമുണ്ട്. എല്ലാവർക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു.